Hello, welcome to Learnino. അപ്പോൾ നമ്മൾ ലൈഫ് സയൻസ് ബന്ധപ്പെട്ടിട്ടുള്ള 9ാമത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which agent produces a local or general loss of sensation? അതായത് നമ്മുടെ സെൻസേഷൻ കുറച്ച് നേരത്തേക്ക് ഇല്ലാതാക്കുക, വേദനയൊക്കെ ഇല്ലാതാക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് സംഭവങ്ങളാണ്, ഏത് ടൈപ്പ് ഓഫ് ഏജൻസ് ആണ്? അനസ്തെറ്റിക് ആണോ, ഓക്സിജൻ ആണോ, ഗ്ലൂക്കോസ് ആണോ, ബ്ലഡ് ആണോ? അതായത് ലോക്കൽ ഓർ ജനറൽ ലോസ് ഓഫ് സെൻസേഷൻ പറയുന്നത് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുക പറയില്ല, ആ സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ്? അനസ്തെറ്റിക് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരാം. അനസ്തെറ്റിക്സ് ആർ എൻ ഏജന്റ് ദാറ്റ് പ്രൊഡ്യൂസസ് എ ലോക്കൽ ഓർ ജനറൽ ലോസ് ഓഫ് സെൻസേഷൻ ഇൻക്ലൂഡിങ് പെയിൻ. വേദന അടക്കം നമ്മൾക്ക് ഇല്ലാതാക്കാൻ വേണ്ടി, താൽക്കാലികമായിട്ട് വേദന ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് അനസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. ലോക്കൽ അനസ്തെറ്റിക്സ് ആണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? വിച്ച് ബ്ലോക്ക് ദ നെർവ് ദാറ്റ് കണക്ട് എ പെർട്ടിക്കുലർ ബോഡി പാർട്ട് ഓർ റീജിയൻ ടു ദ ബ്രെയിൻ. അതായത് ലോക്കൽ അനസ്തെറ്റിക്സ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് നെർവുകളിനെ അതെന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. ആ നെർവ്സ് എവിടെ കണക്ട് ചെയ്യുന്നതായിരിക്കും? ഒരു പെർട്ടിക്കുലർ ബോഡി പാർട്ടോ അല്ലെങ്കിൽ ബ്രെയിനിലെ ഏതെങ്കിലും ഒരു റീജിയനെ കണക്ട് ചെയ്യുന്ന നെർവുകളെ ലോക്കൽ അനസ്തേഷ്യ കൊടുത്തിട്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കും? നെർവ്സ് ആണല്ലോ ഈ പറയുന്ന എന്തെങ്കിലും നമ്മൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ വേദനയുണ്ടെങ്കിൽ ആ വേദന സംഭവിച്ചു എന്നുള്ളത് അറിയിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന ആ നെർവിന് ആ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വേദന അറിയില്ല. അപ്പോൾ അങ്ങനെ ലോക്കൽ അനസ്തെറ്റിക്സ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന നെർവ്സിന്റെ ആ കണക്ഷൻ ബ്ലോക്ക് ആക്കും, പ്രിവെന്റിങ് ദ നെർവ്സ് ഫ്രം ക്യാരിങ് പെയിൻ സിഗ്നൽസ് ടു യുവർ ബ്രെയിൻ. അപ്പോൾ ഈ പറയുന്ന പെയിൻ തോന്നുന്നത് പെയിൻ സിഗ്നൽസ് ആ ബ്രെയിനിലെത്തുമ്പോഴാണ് അല്ലേ. അപ്പോൾ ആ പറയുന്ന ആ ഒരു പ്രോസസ്സ് താൽക്കാലികമായി എന്ത് ചെയ്യും? നിർത്തിവെക്കും ഈ പറയുന്ന ലോക്കൽ അനസ്തെറ്റിക്സ്. അപ്പോൾ അതിലുള്ള ബാക്കിയുള്ള 3 ഓപ്ഷൻസ് കൂടെ ഒന്ന് നോക്കാം. ഓക്സിജൻ എന്ന് പറയുന്നത് ഈ ഓർഗാനിസംസ് എല്ലാം തന്നെ റെസ്പിറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഓക്സിജൻ ആണ് അല്ലേ. ഓസോൺ എന്ന് പറയുന്നത് ഈ പറയുന്ന ഓക്സിജന്റെ കൂടെ ഒരു ഓക്സിജന്റെ ഒരു ആറ്റം കൂടെ ചേരുന്നതാണ്. അങ്ങനെ നമ്മൾക്ക് എന്ത് കിട്ടുന്നു? ഓസോൺ കിട്ടുന്നു. ഈ പറയുന്ന ഓസോൺ ആണ് നമ്മളുടെ ഭൂമിയുടെ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ പറയുന്ന ഓസോൺ ആണ്. ഓസോൺ ഡേ എന്ന് പറയുന്നത് സെപ്റ്റംബർ 16 ആണെന്നും കൂടെ ഇതിന്റെ കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പക്ഷെ ഈ പറയുന്ന ഓസോൺ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉപകാരം ചെയ്യണമെങ്കിൽ ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഭൂമിയിൽ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതല്ല, പക്ഷെ ഭൂമിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഈ പറയുന്ന ഓസോൺ ലെയർ വേണമെന്താനും. പിന്നെ ഓക്സിജൻ സ്റ്റാർവേഷൻ ഡ്യൂ ടു ലോ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ആണ് ആസ്ഫിക്സിയ എന്ന് പറയുന്ന ഒരു ഇത്. അതായത് ഓക്സിജൻ സ്റ്റാർവേഷൻ പറഞ്ഞ ഓക്സിജന്റെ അഭാവം. അപ്പൊ ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ കുറയുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? ആസ്ഫിക്സിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് നമ്മൾ ഓക്സിജൻ റെസ്പിറേഷന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങൾ പറയണം. ഈ റെസ്പയർ ചെയ്യുന്ന ഓക്സിജൻ കൊണ്ടാണ് നമ്മുടെ ബോഡിയിലെല്ലാം മെറ്റബോളിസം കാര്യങ്ങളൊക്കെ നടക്കുന്നത് പോലും കേട്ടോ. അതുപോലെ ഓസോൺ എന്ന് പറയുന്നത് ഹൈലി ടോക്സിക് ആണ്. ഓക്സിജൻ പ്ലസ് ഈ ഒരു ഓക്സിജൻ ആറ്റം വരുമ്പോഴാണ് ഓസോൺ ഉണ്ടാവുന്നത്. സെപ്റ്റംബർ 16 ആണ് ഓസോൺ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിജന്റെ കുറവ് കൊണ്ടുണ്ടാവുന്ന ഒരു അവസ്ഥയാണ് അസ്ഫിക്സിയ എന്ന് പറയുന്നത്. ബ്ലഡ് എന്ന് പറയുന്നത് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് അല്ലെ. നമ്മുടെ ബോഡിയിലെ എല്ലാ ഭാഗങ്ങളെയും എന്ത് ന്യൂട്രിയൻസും മറ്റും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, വെള്ളമായാലും ന്യൂട്രിയൻസ് ആയാലും എന്ത് സംഭവമായാലും ഓക്സിജൻ ആണെങ്കിലും തന്നെ എല്ലാ ഭാഗത്തിലേക്കും കണക്ട് ചെയ്തിട്ട് എത്തിക്കുന്നത് ഈ പറയുന്ന ബ്ലഡ് ആണ്. അതൊരു കണക്റ്റീവ് ഫ്ലൂയിഡ് എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. അതിന് തന്നെ പറയുന്ന മറ്റൊരു പേരാണ് റിവർ ഓഫ് ലൈഫ്. ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് ബ്ലഡ് ആണ്. സ്റ്റഡി ഓഫ് ബ്ലഡ് ഹെമറ്റോളജി ആണ്. ഓക്കെ, ഹീമോഗ്ലോബിൻ എന്നൊക്കെ പറയുന്നത് ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന ഒന്നാണല്ലോ ഹീമോഗ്ലോബിൻ. ബ്ലഡിന് ആ റെഡ് കളർ കൊടുക്കുന്നത് ഹീമോഗ്ലോബിൻ ആണ്. അത് ഹീമോ അല്ലെ. അപ്പൊ ഹീമോ എന്നൊക്കെ പറയുമ്പോൾ എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? അത് ബ്ലഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അടുത്തത് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് മോണോസാക്രൈഡ് ഫൗണ്ട് ഇൻ നേച്ചർ. നമുക്കറിയാം മോണോസാക്രൈഡ്, ഡൈസാക്രൈഡ്, ട്രൈസാക്രൈഡ് എന്നൊക്കെ പറയുന്ന ഒരുപാടെണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മോണോസാക്രൈഡ് ആണ് ആര്? ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഇതാണ് ചോദിച്ചിട്ടുണ്ട്. ഗ്ലൂക്കോസ് occurs freely in nature as well as in the combined form. ഈ പറയുന്ന ഗ്ലൂക്കോസ് ഒറ്റയ്ക്ക് നിൽക്കുന്ന കാണാം, വേറെ എന്തെങ്കിലും ആയിട്ടും കോമ്പിനേഷൻ ആയിട്ടും നിൽക്കുന്ന കാണാം. അത് നമ്മൾ ഇനി വരും ചോദ്യങ്ങൾ വരും. ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ സ്വീറ്റ് ഫ്രൂട്ട്സ് ആൻഡ് ഹണി. തേനിലും സ്വീറ്റ് ആയിട്ടുള്ള ഫ്രൂട്ടുകളിലൊക്കെ എന്തുണ്ട്? ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുണ്ട്. ഫ്രൂട്ട്സിൽ കാണുന്ന പ്രധാനപ്പെട്ട ഷുഗർ എന്ന് പറയുന്നത് ഗ്ലൂക്കോസും അതിന്റെ കൂടെ കൂടുതലും കാണുന്നത് ഫ്രക്ടോസ് ആണ് കേട്ടോ. ഫ്രൂട്ട്സ് ഫ്രക്ടോസ്, ഫ്ര അങ്ങനെ ആലോചിച്ച് വയ്ക്കുക. ലാക്ടോസ്. എന്താണ് ലാക്ടോസ്? ലാക്ടോസ് എന്ന് പറയുന്ന ഒരു ഡൈസാക്കറൈഡ് ആണ് കേട്ടോ. ലാക്ടോസ് എന്ന് പറയുന്ന ഡൈസാക്കറൈഡ് ആണ്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 2 സംഭവങ്ങൾ, ഷുഗറിന്റെ 2 കോമ്പണൻസ് ചേർന്നിട്ടാണ് ഈ പറയുന്ന ലാക്ടോസ് ഉണ്ടാകുന്നത്. അതായത് ലാക്ടോസ് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ 2 എണ്ണം കിട്ടും. അതുകൊണ്ടാണ് ഡൈസാക്കറൈഡ് എന്ന് പറയുന്നത്. സക്കാരം എന്നൊക്കെ പറയുന്നത് ഷുഗറുമായിട്ട് ബന്ധപ്പെട്ട. അപ്പൊ 2 ഷുഗറിന്റെ മോളിക്യൂൾ നമുക്ക് കിട്ടും. അപ്പൊ ഒന്ന് ഗ്ലൂക്കോസ്, അപ്പൊ കൂടെ വരുന്നത് ആരാണെന്നാണ് ചോദ്യം. അത് ഗാലക്ടോസ് ആണ്.
ലാക്ടോസ് എന്ന് പറയുമ്പോൾ എവിടെ കാണുന്ന ഷുഗറാണ്? പാലിൽ കാണുന്ന ഷുഗറാണ് ലാക്ടോസ് എന്ന് പറയുന്നത്. അപ്പൊ ലാക്ടോസിനെ ഗാല, അല്ലെ? അതിലും ലാ ഉണ്ടല്ലോ, ഗാല, ലാ ഉണ്ട്, ലാക്ടോസ്. പിന്നെ ഗ്ലൂക്കോസ് കൂടെ എപ്പോഴും ഉണ്ടാവും, ഒരു മധുരത്തിന് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഗ്ലൂക്കോസും ഗാലക്ടോസും ചേർന്നതാണ് ലാക്ടോസ്. അപ്പൊ ലാക്ടോസ് ഈസ് എ ഡൈസാക്കറൈഡ് ദാറ്റ് ബ്രേക്സ് ഡൗൺ ഇൻ ടു 2 സാക്കറൈഡ്സ്. ആരൊക്കെയാണത്? ഗ്ലൂക്കോസും ഗാലക്ടോസും. വെറുതെ അത് ബ്രേക്ക് ഡൗൺ ആവില്ല, ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ അതിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്താണ് ഇങ്ങനെ രണ്ടായിട്ട്, അതായത് വാട്ടറിന്റെ റിയാക്ഷൻ വരുമ്പോഴാണ് ഈ പറയുന്ന രണ്ടായിട്ട് അത് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. ലാക്ടോസ് ഈസ് ഈക്വൽ ടു ഗ്ലൂക്കോസ് പ്ലസ് ഗാലക്ടോസ്. ഇനി നമ്മൾക്ക് അതിലുള്ള ബാക്കിയുള്ള സംഭവങ്ങൾ, ഇപ്പൊ ഫ്രക്ടോസും ഈ ഗ്ലൂക്കോസ് വേറെ കോമ്പിനേഷൻസ് ഒക്കെ വരാറുണ്ട്, അതിനെ കുറിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഗ്ലൂക്കോസും ഫ്രക്ടോസും ചേർന്നാൽ സൂക്രോസ് എന്ന് പറയുന്നത് ഒരു ഡൈസാക്കറൈഡ് ഷുഗർ ആണ്. അതിൽ മെയിൻ ആയിട്ട് ഉള്ള കോമ്പോണൻസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ്. സൂക്രോസിൽ എന്താ ഉള്ളത്? സൂക്രോസിൽ ഗ്ലൂക്കോസും ഫ്രക്ടോസുമാണ് ഉള്ളത്. ഇറ്റ് ഈസ് ദ മെയിൻ കോമ്പോണന്റ് ഓഫ് വൈറ്റ് ഷുഗർ. നമ്മൾ കഴിക്കുന്ന വൈറ്റ് ഷുഗർ ഇല്ലേ, അപ്പൊ അത് മെയിൻ ആയിട്ട് ഈ പറയുന്ന സൂക്രോസ് ആണ്. ആൻഡ് ഇസ് പ്രൊഡ്യൂസ്ഡ് നാച്ചുറലി ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന ഷുഗറാണ് ആ പറയുന്ന സംഭവം. അടുത്തത് ഗ്ലൂക്കോസും ഗ്ലൂക്കോസും ചേർന്നാൽ, അതായത് നമ്മൾ മാൾട്ടോസിനെ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 2 ഗ്ലൂക്കോസ് മോളിക്യൂളാണ്. അപ്പോൾ മാൾട്ടോസ് ഈസ് മെയ്ഡ് ബൈ ജോയിനിങ് 2 ഗ്ലൂക്കോസ് മോളിക്യൂൾ. ഇപ്പൊ 2 ഗ്ലൂക്കോസ് മോളിക്യൂൾ ചേർന്നാൽ അതെന്താവും? മാൾട്ടോസ് ആവും. ഗ്ലൂക്കോസും ഫ്രക്ടോസും ചേർന്നാൽ സൂക്രോസ് ആവും. ഗ്ലൂക്കോസും ഗാലക്ടോസും ചേർന്ന് കഴിഞ്ഞാൽ അവിടെ ലാക്ടോസ് ആവും, അല്ലെ? മാൾട്ടോസ് ഈസ് എ ഷുഗർ ദാറ്റ് ഈസ് ജനറേറ്റഡ് when cereal grains germinate and is necessary for the fermentation of alcohol. Alcohol fermentation ഒക്കെ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന മാൾട്ടോസ് ആണ്. ഇത് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? സിറിയൽ ഗ്രെയിൻസ്, അത് ധാന്യങ്ങൾ, മുളപ്പിച്ച ധാന്യങ്ങളല്ലേ, അപ്പൊ അവിടെ നിന്നൊക്കെ നമ്മൾക്ക് കിട്ടുന്നതാണ് ഈ പറയുന്ന മാൾട്ടോസ് എന്ന് പറയുന്നത്. അടുത്തത് ഗ്ലൂക്കോസും മാനോസും. മാനോസ് എന്ന് പറയുന്ന ഷുഗർ ഒരു മോണോമർ ആണ് ഫ്രം ആൽഡോഹെക്സോസ് ഷുഗർ ഫാമിലി. ആൽഡോഹെക്സോസ് ഷുഗർ ഫാമിലിയിലുള്ള ഒന്നാണ് ഈ പറയുന്ന മാനോസ് പറഞ്ഞ ഷുഗർ. ഇറ്റ് ഈസ് എ C2 എപ്പിമർ ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിന്റെ ഒരു C2 എപ്പിമർ ആണ് ഈ പറയുന്ന മാനോസ് എന്ന് പറയുന്നത്. Which of the following is the cause of a ringworm? Ringworm എന്ന് പറയുന്ന ആ സംഭവം, ആ ഒരു രോഗം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ആരിന്റെ കടന്നുകയറ്റം കൊണ്ടാണ്? വൈറസ് ആണോ, ബാക്ടീരിയ ആണോ, ഫംഗസ് ആണോ, ലിവർ വേർട്ട് ആണോ? ഫംഗസ്. ഒരു ഫംഗസ് രോഗമാണ് ringworm എന്ന് പറയുന്നത്. Which of these is not a blood group? ഇതിൽ ബ്ലഡ് ഗ്രൂപ്പ് അല്ലാത്തത് ഏത്? നമുക്കറിയാം ബ്ലഡ് ഗ്രൂപ്പുകൾ ആരൊക്കെയാണ്? A ഉണ്ട്, B ഉണ്ട്, AB ഉണ്ട്, O ഉണ്ട്, അല്ലെ? ഇങ്ങനെ 4 ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്. ഇതല്ലാണ്ട് എക്സെപ്ഷണലായിട്ട് കോമൺ അല്ലാത്ത കുറച്ച് ബ്ലഡ് ഗ്രൂപ്പുകളൊക്കെ വേറെയുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ 4 ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഉള്ളത്. അപ്പൊ C വരുമോ? ഇല്ല. അപ്പൊ ഓപ്ഷൻ D ആണ് ഇവിടെ. നോട്ട് എ ബ്ലഡ് ഗ്രൂപ്പാണ് ചോദിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ C ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള, ഓപ്ഷൻ D ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. C വരില്ല. ബ്ലഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. അതിൽ എന്തൊക്കെയുണ്ട്? പ്ലാസ്മയുണ്ട്, ബ്ലഡ് സെല്ലുകളുണ്ട്, പ്ലേറ്റ്ലെറ്റുകളുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ബ്ലഡിൽ അടങ്ങിയിരിക്കുന്നത്. ഇറ്റ് സർക്കുലേറ്റ്സ് ത്രൂ ഔട്ട് അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ ത്രൂ ഔട്ട് അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ കണ്ണിന്ന് തലയിലെത്തും, തലയിന്ന് കാലിലെത്തും പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയിൽ ഫുള്ളായിട്ട് അത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ത്രൂ ഔട്ട് അവർ ബോഡി ഡെലിവറിങ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു വേരിയസ് സെൽസ്. അപ്പോൾ ഈ പറയുന്ന ബ്ലഡ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമല്ല, അതിന്റെ കയ്യിൽ കുറച്ച് ന്യൂട്രിയൻസും അങ്ങനെയുള്ള പല ആവശ്യമായിട്ടുള്ള കുറേ ഓക്സിജനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് നമ്മുടെ ബോഡി മെറ്റബോളിസത്തിന് വേണ്ട സാധനങ്ങളൊക്കെ അബ്സോർബ് ചെയ്യുന്നത് ഈ പറയുന്ന ബ്ലഡിലേക്കാണല്ലോ. അപ്പോൾ ഈ ബ്ലഡ് ഇങ്ങനെ ഓരോ ഭാഗത്തേക്കും പോകുന്ന സമയത്ത് അവിടെ പോയി ഇത് കുറച്ച് കൊടുക്കും. കണ്ണിന് വേണ്ട ന്യൂട്രിയൻസ് കുറച്ച് പ്രൊവൈഡ് ചെയ്യാവുന്ന കുറച്ച് ഇങ്ങോട്ട് വരും, പിന്നെ കൈക്ക് വേണ്ടത് കുറച്ച് കൊടുക്കും. അപ്പൊ അങ്ങനെ എല്ലാ സംഭവങ്ങളും ബോഡി ഫുള്ളായിട്ട് എത്തിക്കുന്നത് ഈ പറയുന്ന ബ്ലഡ് ആണ്. ഇറ്റ് മേക്സ് അപ്പ് 8% ഓഫ് അവർ ബോഡി വെയിറ്റ്. നമ്മുടെ ബോഡിയുടെ വെയിറ്റിന്റെ 8% ഈ പറയുന്ന ബ്ലഡ് ആണ്. ആവറേജ് അഡൽട്ട് പ്രോസസ്, ഒരു ആവറേജ് അഡൽട്ടിന് 5 മുതൽ 6 ലിറ്റർ ഓഫ് ബ്ലഡ് വേണമെന്നാണ് കണക്ക്. അപ്പം നമുക്ക് ബ്ലഡിലെ കോമ്പോസിഷൻസ് ഒന്ന് നോക്കാം. ഹോൾ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്ലാസ്മയും ഉണ്ടാവും, പിന്നെ ഈ പറയുന്ന ഫോംഡ് ആയിട്ടുള്ള എലമെന്റ്സ് പ്ലേറ്റ്ലെറ്റുകളും ബ്ലഡ് സെല്ലുകളും ഉണ്ടാവും. പ്ലാസ്മ എന്ന് പറയുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്നത് അമിനോ ആസിഡ്, നൈട്രോജനസ് വേസ്റ്റ്, ന്യൂട്രിയൻസ്, ഇലക്ട്രോലൈറ്റ്സ്, പ്രോട്ടീൻസ്, ഗ്യാസസ് ഉണ്ടാവും. പ്രോട്ടീൻസ് പിന്നെയും വരുന്നുണ്ട്. ആൽബുമിൻസ്, ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻസ് എന്ന് പറയുന്നതാണ് മെയിൻ ആയിട്ടുള്ള പ്രോട്ടീൻസ് അതിൽ വരുന്നത്. ഇനി ഫോംഡ് എലമെന്റ്സ് പറയുമ്പോൾ മെയിൻ ആയിട്ട് 2 ഉണ്ട്. ബ്ലഡ് സെല്ലുകളാണ് ഈ 2, പിന്നെ പ്ലേറ്റ്ലെറ്റുകളും. അപ്പൊ ലൂക്കോസൈറ്റും എറിത്രോസൈറ്റും ഉണ്ട്. ഇതിൽ ലൂക്കോസൈറ്റുകൾ 2 ടൈപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഗ്രാനുലോസൈറ്റും എ ഗ്രാനുലോസൈറ്റും. ഗ്രാനുലോസൈറ്റില് നെബ്, ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസിനോഫിൽ, ML
എ ഗ്രാനുലോസൈറ്റ്സിൽ ലിംഫോസൈറ്റ്സും മോണോസൈറ്റ്സും ആണ് വരിക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ കിടക്കുന്നുണ്ട്. Which of these plants has multicolored leaves? താഴെ കുറച്ച് പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ ലീവ്സ് മൾട്ടി കളേർഡ് ആണ്. ജാസ്മിൻ ആണോ? അല്ല, നമ്മൾ കാണാറുണ്ട് ജാസ്മിൻ ഒന്നും അങ്ങനത്തെ കളറില്ല, തുളസി ഹിബിസ്കസിലൊന്നും ഇല്ല. അപ്പോൾ സപ്പോസ് ക്രോട്ടൺ എന്താണെന്ന് അറിയാത്ത ആൾക്ക് വരെ ഇത് എന്ത് ചെയ്യാം, ആൻസർ കറക്റ്റ് ആയിട്ട് വരും, കാരണം ബാക്കി മൂന്നിനും ഇല്ല എന്നുള്ളത് അറിയാം. ക്രോട്ടൺ പറയുന്നത് ഈ ചെടിയാണ് കേട്ടോ. അതൊരു നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്ന ഒരു ഭംഗിക്ക് വേണ്ടി വളർത്തുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അത് കണ്ടോ, ഇത് തന്നെ വെറൈറ്റി ഓഫ് കളേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ക്രോട്ടൺ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റീപ്രൊഡക്റ്റീവ് സെൽ? റീപ്രൊഡക്റ്റീവ് സെല്ലുകൾ എന്ന് പറയുന്നത് ഏതാണ്? ലിംഫോസൈറ്റ് ആണോ? അത് ബ്ലഡ് സെല്ലാണ്. RBC WBC ഒക്കെ ബ്ലഡ് സെല്ലുകളാണ്. ഓപ്ഷൻ ബി ഗാമേറ്റ്സ് അല്ലെ, ഗാമേറ്റ്സ് ആണ്. അതായത് മെയിൽ സെക്സ് സെല്ലും അതുപോലെ ഫീമെയിൽ സെക്സ് സെല്ലും രണ്ടും കൂടെ നമ്മൾ ഗാമേറ്റ്സിലാണ് പെടുത്തുക. അപ്പോൾ ഗാമേറ്റ്സ് രണ്ടെണ്ണം ഉണ്ട് അല്ലേ, മെയിലും മെയിൽ അതായത് ഏതൊക്കെയാ വരിക, സ്പേമും അതുപോലെ ഓവമുമാണ് വരിക. അപ്പോൾ ഗാമേറ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്ക് ടൈപ്സ് ഓഫ് ബ്ലഡ് സെല്ലുകൾ നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞല്ലേ ബ്ലഡിലെ കോൺസ്റ്റിറ്റ്യൂൻസ് പറഞ്ഞു, അതിൽ ഫോംഡ് എലമെന്റ്സും ഉണ്ട് പ്ലാസ്മയും ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു അല്ലെ. ഫോംഡ് എലമെന്റുകളാണ് പ്ലേറ്റ്ലെറ്റുകളും അതുപോലെ തന്നെ ബ്ലഡ് സെല്ലുകളൊക്കെ വരുന്നത്. അപ്പൊ ഈ പറയുന്ന രക്തകോശങ്ങൾ എന്ന് പറഞ്ഞ രണ്ടെണ്ണമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. രണ്ടെണ്ണമാണ് ഉള്ളത്, RBCയും അതുപോലെ തന്നെ WBCയും. റെഡ് ബ്ലഡ് കോർപ്പസൽസ് അഥവാ റെഡ് ബ്ലഡ് സെല്ലും വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് അഥവാ വൈറ്റ് ബ്ലഡ് സെല്ലുകളും. ഈ റെഡ് ബ്ലഡ് സെല്ലുകളെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുക, എറിത്രോസൈറ്റ് എന്ന് പറയുന്നത്. വൈറ്റ് ബ്ലഡ് സെല്ലുകളാണ് ല്യൂക്കോസൈറ്റ്. നമ്മൾ RBCന് പറയുന്ന മലയാളത്തിലുള്ള പേരാണ് ചുവന്ന രക്താണുക്കൾ അഥവാ അരുണ രക്താണുക്കൾ എന്ന് പറയും. WBC ആണ് ശ്വേത രക്താണുക്കൾ അഥവാ വെളുത്ത രക്താണുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ബ്ലഡില് ഈ പറയുന്ന സെല്ലുകളെല്ലാം തന്നെ ഫോംഡ് എലമെന്റ്സിൽ വരുന്ന സംഭവങ്ങളാണ്. അതിൽ തന്നെയാണ് എന്തും വരുന്നത്, പ്ലേറ്റ്ലെറ്റുകളും വരുന്നത്. ഈ പറയുന്ന ബോഡിയിലുള്ള എല്ലാ ബ്ലഡ് സെല്ലുകൾക്കും അതിൻ്റെതായിട്ടുള്ള ഓരോ ഫങ്ഷൻസും ഉണ്ടാവും. ദ ബ്ലഡ് സെൽസ് വിച്ച് സർക്കുലേറ്റ് ഓൾ അറൌണ്ട് ദ ബോഡി. നമ്മുടെ ബോഡിയിൽ ഫുള്ളായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്ന ഈ പറയുന്ന രണ്ട് സെല്ലുകളെ കുറിച്ച് നമുക്ക് നോക്കാം, RBC ആൻഡ് WBC. RBC എന്ന് പറയുന്നത് ബൈകോൺകേവ് ഷേപ്പുള്ള സെല്ലുകളാണ്. അതിൽ മനുഷ്യന്റെ അതിൽ എന്തില്ല, ന്യൂക്ലിയസ് ഇല്ല. ബൈകോൺകേവ് സെൽ എന്ന് പറയുമ്പോൾ അതങ്ങനെ എന്താ പറയുക, നമ്മൾ ആൽഫിൻലിബിയ പറഞ്ഞ ചോക്ലേറ്റ് കണ്ടിട്ടുണ്ടോ, മുകളിൽ നോക്കുമ്പോൾ ഈ ഒരു ഷേപ്പാണ് അത് കാണുക കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇവിടെ നടുക്ക് ഇങ്ങനെ കുഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ സൈഡിൽ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു നമ്മളൊരു എന്താ പറയുക, ഒരു ഇതിങ്ങനെ കാണും. അതായത് നമ്മളിപ്പോൾ സൈഡിൽ നോക്കുന്ന സമയത്ത് ഇങ്ങനൊരു കുഴിഞ്ഞൊരു ഭാഗം. ഇപ്പം നമ്മൾ ഒരു വട്ടത്തിലുള്ള ഒരു ചോക്ലേറ്റ് എടുത്ത് തന്നെ നടുക്ക് നമ്മൾ അമർത്തി എങ്ങനെയുണ്ട് ആ ഒരു ഷേപ്പാണ്. നമ്മളിപ്പോൾ ബ്ലഡിന്റെ ചിത്രം കണ്ടപ്പോൾ അതിലൊരു സെല്ല് കണ്ടില്ലേ, അതാണ് ഈ പറയുന്ന റെഡ് ബ്ലഡ് സെല്ലുകൾ. അതിന്റെ ഷേപ്പാണ് ബൈകോൺകേവ് സെൽ എന്ന് പറയുന്നത്. ബൈകോൺകേവ് ഷേപ്പ് എന്ന് പറയുന്നത് അതിങ്ങനെ സെന്ററിൽ കുറച്ചങ്ങനെ താന്നിരിക്കുന്ന ഒരു ഭാഗമാണ്. അത് പ്രത്യേകിച്ചിട്ട് ഹ്യൂമൻസിന് ന്യൂക്ലിയസ് ഇല്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്, ബാക്കിയുള്ള ആർക്കൊക്കെ ന്യൂക്ലിയസ് ഉണ്ട് എന്നല്ല അതിനർത്ഥം. അങ്ങനെ ന്യൂക്ലിയസ് ഉള്ള ഒരു വിഭാഗമാണ് ക്യാമൽ കേട്ടോ. ഒട്ടകത്തിനൊക്കെ ഈ പറയുന്ന സെന്ററിൽ ന്യൂക്ലിയസ്, അതായത് ആ റെഡ് ബ്ലഡ് സെല്ലുകളിൽ ന്യൂക്ലിയസ് ഉണ്ട്. ആക്ച്വലി ബോൺ മാരോയില് ഈ സംഭവം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ശരിക്കും പറഞ്ഞാൽ ന്യൂക്ലിയസ് ഉണ്ടാവും. പിന്നെ അത് ബ്ലഡിലേക്ക് എത്തി അത് അതിന്റെ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ന്യൂക്ലിയേഷൻ പറഞ്ഞ പ്രോസസ്സ് കാരണം അതിൽ ന്യൂക്ലിയസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുക. പക്ഷെ ആ പറയുന്ന പ്രോസസ്സ് ക്യാമൽ ഇല്ലാത്തത് കൊണ്ടാണ് ക്യാമലിൽ ആ ന്യൂക്ലിയസ് അങ്ങനെ തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ ശരിക്കും ഹ്യൂമൻസിൽ ന്യൂക്ലിയസ് ഇല്ല എന്നുള്ളത് ശ്രദ്ധിക്കുക, അതൊരു ചോദ്യമായിട്ട് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ കുറച്ച് ബ്ലഡ് സെല്ലുകൾ വന്നിട്ട്, കാരണം വൈറ്റ് ബ്ലഡ് സെല്ലുകൾ 5 ഉണ്ട്, അപ്പോൾ അതിൽ 2 or 3 തന്ന് RBC തന്നതിൽ ന്യൂക്ലിയസ് ഇല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് RBC എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെ എറിത്രോസൈറ്റ് എന്ന് പറയുന്നു. RBCയിൽ അയൺ റിച്ച് പ്രോട്ടീൻ ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ ഉണ്ട്, അതാണ് ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്നത്. ഹീമോഗ്ലോബിൻ നമ്മൾ HB എന്നാണ് എഴുതുക. ഹീം എന്ന് പറയുമ്പോൾ അത് ബ്ലഡ് ആണ് അല്ലെ. RBCs ആർ ദ മോസ്റ്റ് കോപ്പിയസ് ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ബോൺ മാരോ. അതായത് ബോൺ മാരോയിൽ ഏറ്റവും അധികം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന RBC ആണ്. ഏറ്റവും കൂടുതൽ എമൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് RBC ആണ്. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ട്രാൻസ്പോർട്ട് ഓക്സിജൻ ഫ്രം വേരിയസ് ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ്. അതായത് ഒരു ബോഡിയിൽ ഒരു പോർഷനിൽ നിന്നും അല്ലെങ്കിൽ ബ്ലഡ് എവിടെ നിന്നാണോ ഉണ്ടാകുന്നത് അവിടെ നിന്നും പല ടിഷ്യൂസിലേക്കും പല ഓർഗൻസിലേക്കും ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് RBCയുടെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം എന്ന് പറയുന്നത്.
WBC അഥവാ ല്യൂക്കോസൈറ്റ് എന്ന് പറയുന്നത് കളർലെസ് ആയിട്ടുള്ള ബ്ലഡ് സെല്ലാണ്. മറ്റേതിന് കളർ ഉണ്ടല്ലോ, ഹീമോഗ്ലോബിൻ കളർ കൊടുക്കുന്നുണ്ട്, റെഡ് കളർ, ഇതിന് കളർ ഇല്ല. അപ്പോൾ ദേ ആർ കളർലെസ് ബിക്കോസ് ഇറ്റ് ഈസ് ഡിവോയ്ഡ് ഓഫ് ഹീമോഗ്ലോബിൻ. അവിടെ ഹീമോഗ്ലോബിന്റെ പ്രസൻസ് ഇല്ലാത്തതുകൊണ്ടാണ് അത് കളറില്ലാത്തത്. ദേ ആർ ഫർദർ ക്ലാസിഫൈഡ് ആസ്, ഇതിനെ രണ്ടായിട്ട് വീണ്ടും തരംതിരിക്കുന്നുണ്ട്, ഗ്രാനുലോസൈറ്റും എ ഗ്രാനുലോസൈറ്റും അല്ലെ. ഗ്രാനുലോസൈറ്റിലാണ് നെബ് വരുന്നത്. അതായത് ഇതിന് നമ്മൾ ഇങ്ങനെ പഠിക്കാം, നെബ് മിൽ, NEB, നെബ് മിൽ. ഇതിൽ NEB നമ്മൾ ഇത് നേരത്തെ പറഞ്ഞു, ഇത് എന്തിൽ വരും, ഗ്രാനുലോസൈറ്റിലും മോണോഫിലും അതുപോലെ തന്നെ മോണോസൈറ്റും അതുപോലെ തന്നെ ലിംഫോസൈറ്റും ഏതിൽ വരും, എ ഗ്രാനുലോസൈറ്റിലും വരും. ബാക്കിയുള്ള 3 ഗ്രാനുലോസൈറ്റിലാണ് വരിക. WBC is mainly contribute to immunity and defenseന് വേണ്ടിയിട്ടാണ്, ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ പറയുന്ന WBC എന്ന് പറയുന്നത്. അപ്പോൾ യൂഷ്വലി ദ ട്വിഗ് ഓഫ് വിച്ച് ട്രീ ഈസ് യൂസ് ടു ക്ലീൻ ദ ടീത്ത്. പല്ല് മുമ്പ് കാലത്തൊക്കെ പല്ല് തേക്കുന്നത് ഏതിൻ്റെ ഒരു ചെറിയ തണ്ട് കൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, അത് നീമാണ്. പരസ്യങ്ങളും കണ്ടിട്ടുണ്ടല്ലോ, ഈ നീമാണ് എൻ്റെ പല്ലിൻ്റെ ശക്തിവാൻ, പല്ലിനൊക്കെ ഇടിക്കുന്ന കണ്ടിട്ടില്ലേ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദ എൻസൈം പ്രസന്റ് ഇൻ ഗ്യാസ്ട്രിക് ജ്യൂസ്. ഗ്യാസ്ട്രിക് ജ്യൂസ് നമ്മുടെ ബോഡിയിൽ ഡൈജഷനൊക്കെ വേണ്ടി സഹായിക്കുന്നതാണ് ഗ്യാസ്ട്രിക് ജ്യൂസ്. അപ്പോൾ അതിലുള്ള പ്രസന്റ് ആയിട്ടുള്ള ഒരു എൻസൈം ഏതാണ്, പെപ്സിൻ ആണ് അല്ലേ. ഗ്യാസ്ട്രിക് ജ്യൂസിൽ എന്തൊക്കെ ഉണ്ടാവും അറിയാം, നമ്മളിപ്പോൾ ഫുഡ് വന്നു കഴിഞ്ഞാൽ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ മ്യൂക്കസ് ഉണ്ടാവും, പെപ്സിൻ, ലിപ്പേസ്, റെനിൻ പോലെയുള്ള എൻസൈമുകൾ അതിലുണ്ടാവും. മ്യൂക്കസ് ഹെൽപ്സ് ഇൻ ദ പ്രൊട്ടക്ഷൻ ഓഫ് മ്യൂക്കോസൽ എപ്പിത്തീലിയം. ആ മ്യൂക്കോസൽ എപ്പിത്തീലിയത്തിന് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ പറയുന്ന എന്താണ്, അതായത് ഒരു കോട്ടിങ് ഉണ്ടാവുമല്ലോ നമ്മുടെ ബോഡി ഇന്നർ ഓർഗനിലൊക്കെ തന്നെ. അപ്പം അവിടെയുള്ള അതിനെ പ്രൊട്ടക്ട് ചെയ്യും. കാരണം നമ്മുടെ ബോഡിയിൽ നമുക്കറിയാം സ്റ്റൊമക്കിലൊക്കെ എത്തുന്ന സമയത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫുഡ് ഡൈജഷൻ ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആസിഡ് നമ്മുടെ ബോഡിക്ക് നല്ലതല്ലല്ലോ. അപ്പോൾ ഇത് ഭയങ്കര വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്ന് പോലും നമുക്ക് ഈ പറയുന്ന ആസിഡിന്റെ ആ ഒരു ചെറിയ എഫക്റ്റ് എന്തായാലും ബോഡിയിൽ ഉണ്ടാവും. അങ്ങനെയുള്ള പ്രശ്നം ആസിഡ് ഈ പറയുന്ന നമ്മുടെ ഇന്നർ ലൈനിങ്ങിലൊക്കെ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലൈനിങ്ങിനൊക്കെ നാശം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു വഴുവഴുപ്പുള്ളൊരു മെറ്റീരിയൽ ഉണ്ട്, അതാണ് ഈ പറയുന്ന മ്യൂക്കോസ്. അപ്പോൾ ആ ഈ പറയുന്ന മ്യൂക്കോസൽ എപ്പിത്തീലിയത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഈ പറയുന്ന ആരാണ്, മ്യൂക്കസ് ആണ്. പെപ്സിൻ എന്തിനാണ് ഉപയോഗിക്കുക ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രോട്ടീൻസിനെ പെപ്റ്റൈഡ്സ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് പെപ്സിൻ എന്നുള്ള എൻസൈം യൂസ് ചെയ്യുക. ലിപ്പ് പറയുമ്പോൾ ലിപ്പിഡ് എന്ന് പറയുമ്പോൾ അത് ഫാറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഫാറ്റ്സിനെ ബ്രോക്കൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഫാറ്റ്സ് ആർ ബ്രോക്കൺ ഡൗൺ ബൈ ലിപ്പേസസ് ഓഫ് ഗ്യാസ്ട്രിക് ജ്യൂസ്. അപ്പോൾ ഈ പറഞ്ഞ ഗ്യാസ്ട്രിക് ജ്യൂസിൽ ലിപ്പേസ് എന്ത് ചെയ്യും, ഫാറ്റ്സിനെ ബ്രേക്ക് ചെയ്യും. പ്രോട്ടീൻസിനെ ബ്രേക്ക് ചെയ്യുന്നത് പെപ്സിനാണ്. നമ്മൾ കഴിക്കുന്ന സമയത്ത് പല പല സാധനങ്ങളും വരും അല്ലേ. അവിടെ എന്തൊക്കെ വരാം, ഫാറ്റുകൾ വരാം, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ് എല്ലാം വരാം. അപ്പോൾ ഇതൊക്കെ എന്താവണം, അതേപോലെ തന്നെ നമുക്ക് അതിനെ എന്താ പറയുക, നമ്മൾ കഴിച്ച ആസച്ച് അതങ്ങനെ നമുക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റി തന്നെ വേണം. അപ്പോൾ അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിനാണ് ഈ പറഞ്ഞ എൻസൈമുകൾ സഹായിക്കുക. റെനിൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഓൺലി ഫൗണ്ട് ഇൻ ഗ്യാസ്ട്രിക് ജ്യൂസ് ഓഫ് ഇൻഫൻസ്. കുട്ടികളുള്ള ഗ്യാസ്ട്രിക് ജ്യൂസിലാണ് റെനിൻ കാണുക. വിച്ച് ഹെൽപ്സ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് മിൽക്ക് പ്രോട്ടീൻ. കാരണം അവരാണ് കുട്ടികളാണ് കൂടുതൽ പാല് കുടിക്കുക അല്ലെ. ചെറുപ്പത്തിൽ കുഞ്ഞു കുട്ടികൾക്കൊക്കെ പാൽ തന്നെയുള്ള ഒരു ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന പോലെ ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും അവർ കഴിക്കാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ പറയുന്ന റെനിൻ പറയുന്നത്. മിൽക്ക് പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെനിൻ ഉള്ളത്. അപ്പോൾ ഗ്യാസ്ട്രിക് ജ്യൂസിൽ ഏതൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പെപ്സിൻ, ലിപ്പേസ്, അതുപോലെ തന്നെ റെനിൻ ആണ്. റെനിൻ എന്ന് പറയുന്നത് മിൽക്ക് പ്രോട്ടീൻസ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ, ഇത് ഫാറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ, പ്രോട്ടീൻസിനെ പെപ്റ്റൈഡ്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് പെപ്സിൻ. ഗ്യാസ്ട്രിക് ജ്യൂസിൽ എന്തൊക്കെയുണ്ട്, അപ്പോൾ ലിപ്പേസും അതുപോലെ തന്നെ റെനിനും ഉണ്ട്. പാൻക്രിയാറ്റിക് ജ്യൂസിലാണ് എന്തുള്ളത്, ട്രിപ്സിൻ ഉള്ളത്. പാൻക്രിയാറ്റിക് ജ്യൂസിലാണ് പാൻക്രിയാസ് ഉണ്ടാക്കുന്ന ജ്യൂസാണ് പാൻക്രിയാറ്റിക് ജ്യൂസ്. അതിലുള്ള എൻസൈമാണ് ട്രിപ്സിൻ. പെപ്സിനും അതുപോലെ തന്നെ ലിപ്പേസും എല്ലാം തന്നെ ഗ്യാസ്ട്രിക് ജ്യൂസിലുണ്ട്. പക്ഷെ ട്രിപ്സിൻ എന്ന് പറയുന്നത് പാൻക്രിയാറ്റിക് ജ്യൂസിൽ മാത്രമേ ഉള്ളൂ. ഗ്യാസ്ട്രിക് ജ്യൂസിൽ എന്തുണ്ട്, പെപ്സിൻ. പാൻക്രിയാറ്റിക് ജ്യൂസിൽ ട്രിപ്സിൻ. റെനിൻ എന്ന് പറയുന്നത് ഈസ് ആൻ എൻസൈം സെക്രീറ്റഡ് ബൈ കിഡ്നിയാണ് ഈ പറയുന്ന റെനിൻ എന്നുള്ള സംഭവം, ആ ഒരു എൻസൈം സെക്രീറ്റ് ചെയ്യുന്നത്. അതെന്ത് ചെയ്യും, നമ്മുടെ ബ്ലഡ് പ്രഷറൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കും. നമ്മൾ റീനൽ എന്നൊക്കെ പറയുമ്പോൾ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, റീനൽ എന്നുള്ള വാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, അത് കിഡ്നിയാണ്. അപ്പോൾ റെനിൻ എന്ന് പറയുന്നത് കിഡ്നി സെക്രീറ്റ് ചെയ്യുക എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. വിച്ച് ഓഫ് ദീസ് ഈസ് യൂസ്ഡ് ടു ഇമ്പാർട്ട് സോർ ടേസ്റ്റ്. ഫുഡിൽ സോർ ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാക്കുന്നത് ഏതാണ്? കറി ലീഫും ജാക്ക് ഫ്രൂട്ടും കോക്കനട്ടും അല്ല, അതിൻ്റെയൊക്കെ ടേസ്റ്റ് സോർ അല്ലല്ലോ. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ സി, ടാമറിൻഡ് ആണ്. പുളിയാണ് എന്ത് സോർ ടേസ്റ്റ് ഫുഡിൽ ഉണ്ടാക്കുന്നത്. മലേറിയ ക്യാൻ ബി ക്യൂർഡ് ബൈ അഡ്മിനിസ്റ്ററിങ്. മലേറിയ എങ്ങനെ നമ്മൾക്ക് ക്യൂർ ചെയ്യാൻ പറ്റും? മലേറിയ എന്ന് പറയുന്നത് പ്രോട്ടോസോവൻ ഡിസീസാണ്. നമുക്കറിയാം കുറേ മൈക്രോബുകൾ നമ്മൾക്ക് രോഗങ്ങൾ വരുത്തുന്നതുണ്ട് അല്ലേ. പ്രോട്ടോസോവ, വൈറസ്, ഫംഗസ്, അതുപോലെ ബാക്ടീരിയ, അങ്ങനെ. അതിൽ പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് മലേറിയ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്നത് ക്വിനിൻ എന്ന മരുന്ന് ഉപയോഗിച്ചിട്ടാണ്.
പെൻസിലിൻ എന്ന് പറയുന്നത് ഫസ്റ്റ് എവർ ട്രൂ ആൻറ്റിബയോട്ടിക്. നമ്മൾ ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞ് പഠിക്കുന്നത് പെൻസിലിൻ ആണ്. അത് ഡിസ്കവർ ചെയ്തത് ഒരു സ്കോട്ടിഷ് ബാക്ടീരിയോളജിസ്റ്റ് ആയിട്ടുള്ള അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. 1928 പെൻസിലിൻ ഫ്ലെമിംഗ് ആണ് കണ്ടുപിടിക്കുന്നത്. It was widely used to treat the different types of bacterial infections that plagued man. ഒരുപാട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിന് ഒരു നല്ലൊരു മരുന്നാണ് ഈ പറയുന്ന പെൻസിലിൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പെൻസിലിൻ എന്ന് പറയുന്നത് വളരെ യാദൃശ്ചികമായിട്ട് ഡിസ്കവർ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ബട്ട് ഇറ്റ് വാസ് എ ലാൻഡ്മാർക്ക് ഡിസ്കവറി ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിസിൻ. പക്ഷെ അത് എക്കാലത്തെയും മികച്ചൊരു കണ്ടുപിടുത്തമായിട്ട് ഇന്നും അറിയപ്പെടുന്നുണ്ട് അല്ലേ. പെൻസിലിൻ ഈസ് അക്വയർഡ് ഫ്രം എ മോൾഡ് കോൾഡ് പെൻസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഒരു മോൾഡിൽ നിന്നാണ് ഈ പറയുന്ന പെൻസിലിൻ എന്നുള്ള ആ ഒരു സംഭവം എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തത്. ഈ പറയുന്ന പെൻസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്നതിന്റെ മറ്റൊരു പേരാണ് പെൻസിലിയം ക്രിസോജനം എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്നത് ഒരു ആന്റിബയോട്ടിക് മെഡിക്കേഷൻ ആണ്. അത് അതുപോലെ ഒരുപാട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും ട്യൂബർകുലോസിസ് അടക്കം ട്യൂബർകുലോസിസിനടക്കം യൂസ് ചെയ്യുന്ന ഒരു ആന്റിബയോട്ടിക് ആയിട്ടുള്ള മെഡിസിൻ ആണ് സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്നത്. പാരസെറ്റമോൾ പിന്നെ അറിയാലോ അല്ലെ, അതൊരു ആന്റിപയററ്റിക് ഏജന്റ് ആണ്, അനാൾജസിക് ആണ്. നമുക്ക് ടെമ്പറേച്ചർ കുറയാനും അതുപോലെ പെയിൻ റിലീഫിനൊക്കെ ഈ പറയുന്ന പാരസെറ്റമോൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ പാരസെറ്റമോൾ എന്ത് വന്നാലും പാരസെറ്റമോൾ ആണ് അല്ലെ. പനി വന്ന് പാരസെറ്റമോൾ, വേദന വന്ന് പാരസെറ്റമോൾ അല്ലെ. അപ്പൊ അങ്ങനെ പാരസെറ്റമോൾ പലതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. യൂസ് ടു ട്രീറ്റ് ഫീവർ ആൻഡ് മൾഡ് ടു മോഡറേറ്റ് പെയിൻ. ചെറിയ വേദനകൾക്ക് നമുക്ക് ഈ പറയുന്ന പാരസെറ്റമോൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഈ 9ാമത്തെ പ്രീവിയസ് ഡിസ്കഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.